മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞൻ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം കണ്ടെത്താൻ സാധിക്കുമോ? വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിക്കുന്ന ഒരു തലക്കെട്ടായിരിക്കും ഇത്, അല്ലേ? ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം കണ്ടെത്താൻ സാധിക്കുക? തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ഓരോ ചിത്രങ്ങളും നമ്മളെ കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ഭൂതകാലത്തിൻ്റെ തിരിച്ചറിവുകളാണ്, നമ്മൾ കടന്നുപോയ നിമിഷങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളാണ്. അതുപോലെ ഭാവിയിലേക്കുള്ള ഓർമ്മകളുടെ ഒരു ഡിപ്പോസിറ്റ്, നിക്ഷേപമാണല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു നിമിഷം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നു, ഭാവിയിൽ അതെടുത്ത് കാണുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നു. ഈ ഒരു പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒക്കെയുള്ള ഫോട്ടോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു നിമിഷത്തിന് മാത്രം പ്രാധാന്യമുള്ളതാണ്. ഫേസ്ബുക്കിൽ നമ്മളൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്ന വേറൊരു ചിത്രമാണ്. നേരത്തെ പോയ ചിത്രങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു ഓർമ്മകളെ സൃഷ്ടിക്കാൻ കഴിയാതെ ഒരു ഫോട്ടോ കടന്നുപോയി, രണ്ടാമത്തത് വന്നു, അതിൻ്റെ പുറകെ മൂന്നാമത്തത് വന്നു, അങ്ങനെ വ്യത്യസ്തമായ ചിത്രങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്ന ചിത്രങ്ങൾ നമുക്ക് ഓർമ്മകളെക്കാളും കൂടുതൽ മറവിയാണ് സമ്മാനിക്കുന്നത്, അല്ലേ? നമ്മൾ കണ്ട ചിത്രങ്ങളെക്കാളും കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്ന ചിത്രങ്ങളെക്കാളും കൂടുതൽ മറന്ന ചിത്രങ്ങളായിരിക്കും. കാരണം നമ്മൾ അത്രയധികം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് ചിത്രങ്ങൾ കണ്ട് പോവുകയാണ്. നമുക്ക് നമ്മുടെ ഓർമ്മകളിലൂടെ നമ്മൾ ഓരോ കടന്നുപോയ നിമിഷങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റിയിട്ട് ഭാവിയിൽ നമുക്കത് സന്തോഷം നൽകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങുക എങ്ങനെയാണ് സന്തോഷം നിക്ഷേപമായിട്ട് ചെയ്തു വയ്ക്കുക എന്നുള്ളതുള്ള ഒരു ചെറിയ ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ഒരു ഫോട്ടോയുടെ മൂല്യം അറിയുന്ന ഒരാൾ നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ കുറേ വർഷത്തിന് ശേഷമുള്ള ഒരു ക്ലാസ്മേറ്റിനെ മീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫോട്ടോ എടുത്തു. അതിൻ്റെ മൂല്യം ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം നിങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്തവരാണ്. അതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് അത്രയുള്ള ഒരു പ്രാധാന്യം മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മൂന്നാമതൊരാൾ എന്ന നിലയിൽ എനിക്ക് അത്രമാത്രം പ്രാധാന്യം മാത്രമേ നൽകാൻ സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാം, 10-20 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ക്ലാസ്മേറ്റ്സും അവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രമാണതല്ലേ. അപ്പോൾ ആ ചിത്രത്തിൻ്റെ മൂല്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് മറ്റൊരാളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത് നിങ്ങളുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിത്രങ്ങൾ, അതിൻ്റെ മൂല്യം അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ആ ചിത്രത്തിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടോ ആ മൂല്യമാണ് നമ്മൾ ഭാവിയിലെ സന്തോഷമായിട്ട് നിക്ഷേപിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നല്ല മൂല്യമുള്ള ചിത്രങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഭാവിയിൽ അത് പകർന്നു നൽകും. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എടുത്ത ഒരുപാട് ഫോട്ടോസ് അതിനകത്തുണ്ടാവും, അല്ലേ? നിങ്ങളിപ്പോൾ ആ ഫോൺ വാങ്ങിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഫോട്ടോസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരുപാട് ഫോട്ടോസ് അതിനകത്തുണ്ടാവും. കുറേ ചവർ ഫോട്ടോസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അതവിടെ ഇരിക്കട്ടെ എന്ന രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലേ? ഇനി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയുള്ള പീരിയഡിൽ നിങ്ങളെടുത്ത ഫോട്ടോസ് മാത്രം നിങ്ങളൊന്ന് ആ ഒരു റേഞ്ചിൽ മാത്രം നല്ല പോലെ ചിത്രങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അതിൽ അനാവശ്യം അല്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നുന്ന ഫോട്ടോസൊക്കെ നിങ്ങളങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോവുക. നല്ലത് എന്ന് തോന്നുന്ന ഫോട്ടോസ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം ചിത്രങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ അത്രയും ചിത്രങ്ങളും, കാരണം നിങ്ങൾ 100 കണക്കിന് ഫോട്ടോസ് ഇപ്പോൾ നിങ്ങളുടെ സെലക്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അതിൽ പരമാവധി എന്തെങ്കിലും കാരണം കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് ഫൈനൽ കിട്ടുന്ന ഒരു 10-20 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അതിലേക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് തോന്നുന്ന ഏതെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒഴിവാക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 10 ഫോട്ടോ ബാക്കി കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കുക, എന്ന് ഉറപ്പാക്കുക. 10 അല്ലെങ്കിൽ ചിലപ്പോൾ 5 ആയിരിക്കാം, ചിലപ്പോൾ 4 ആയിരിക്കാം. ഇനി അതിലേക്ക് ഒന്നുകൂടി ഈ 5 ചിത്രങ്ങളാണെങ്കിൽ 5 ചിത്രങ്ങളിലേക്ക് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് നോക്കുക. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അതിലേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ചിരി വരുന്ന ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നുകിൽ അതേ ഗാലറിയിൽ നിന്നും മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേറൊരു ഇമെയിൽ അഡ്രസ്സിലേക്ക് മെയിലായിട്ട് ഫുൾ റെസൊല്യൂഷനിൽ അയച്ചു വെച്ചേക്കുക.
അവിടെ അയച്ച് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. ഓക്കെ, അടുത്ത ആഴ്ചയും അടുത്ത ഞായറാഴ്ചയും നമ്മൾ ഇതേ പരിപാടി കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഒരു മാസമാകുമ്പോൾ നമ്മുടെ കയ്യിൽ 4 ഫോട്ടോസ്, മാസം അവസാനമാകുമ്പോൾ 4 ഫോട്ടോസ് നമ്മുടെ കയ്യിൽ വരും. നമ്മൾ ഈ 4 ഫോട്ടോസും എടുത്തിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് 6:4 ചെറിയ 4 ഫോട്ടോസ് പ്രിൻ്റ് ചെയ്തെടുത്ത് വരികയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു മാസം കൊണ്ട് സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ കാര്യങ്ങളിൽ നിന്നും വെറും 4 ഫോട്ടോസ് എടുത്ത് പ്രിൻ്റ് ചെയ്തെടുത്ത് തിരിച്ചു വരികയാണ്. വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു എന്താ പറയുക, ഒരു വലിയ വെഡ്ഡിങ് ആൽബം ഒക്കെ കണ്ടിട്ടില്ല, അതുപോലെയുള്ള നല്ലൊരു ആൽബം കൂടി അങ്ങ് വാങ്ങിച്ചേക്കുക. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഈ 6:4 4 ഫോട്ടോസ് അതിൻ്റെ ആദ്യ പേജിൽ അങ്ങ് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ആ ആൽബം ഒട്ടിക്കുമ്പോൾ സാധാരണയായിട്ട് വരുന്നൊരു പ്രശ്നമാണ് മഷി തമ്മിൽ ഒട്ടിച്ച് വരുന്നത്. അപ്പോൾ അത് വരാത്ത രീതിയിൽ ഡിവൈഡറുള്ള നല്ല ആൽബം തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരു ചെറിയൊരു കാശിന് നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പേജിൽ നിങ്ങൾ 4 ഫോട്ടോ ഒട്ടിച്ച് വെച്ചു. ഇനി ആ ആൽബം മടക്കിയിട്ട് അലമാരിയിൽ വെച്ചേക്കുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അലമാരിയിൽ വെച്ചേക്കുക. ഇനി അടുത്ത മാസവും നമ്മൾ വീണ്ടും 4 ഫോട്ടോ ഒട്ടിക്കുകയാണ്. നോർമലി ഒരു 40 പേജൊക്കെയാണ് ഒരു ആൽബം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആൽബം 40 പേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് 3-3.5 വർഷം കൊണ്ടൊക്കെ ഒരു ആൽബം ഫുള്ളായി കിട്ടും. രണ്ടാമത്തെ ആൽബം നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ആൽബം ശരിക്കും നല്ല രീതിയിൽ ഡാമേജ് വരാത്ത രീതിയിൽ നല്ല പോലെ പൊതിഞ്ഞ് അവിടെ വെച്ചേക്കുക. അതിൻ്റെ മുകളിൽ രണ്ടാമത് വർക്ക് ചെയ്യുന്ന ആൽബം കൊണ്ടുപോയി വയ്ക്കുക. മാസം അതിനകത്ത് 4 ഫോട്ടോസ് വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് എവിടെ പോകുന്നുണ്ടെങ്കിലും ഈ ഫോട്ടോ ഒട്ടിക്കുന്ന പരിപാടി സ്റ്റോപ്പ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സെലക്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, പിന്നീട് നിങ്ങൾക്കത് പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. ഇനി നമ്മുടെ രണ്ടാമത്തെ ആൽബം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് പൊതിഞ്ഞ് കെട്ടി അവിടെ വയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ ആൽബം നമ്മളൊന്ന് എടുത്ത് തുറന്ന് നോക്കുക. അതിനകത്ത് 1ാമത്തെ പേജ് മുതൽ പതുക്കെ നിങ്ങൾ നോക്കി തുടങ്ങുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വളരെയധികം സന്തോഷം തോന്നും എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾക്കൊരിക്കലും അതിലേത് ചിത്രങ്ങൾ കണ്ടാലും നിങ്ങൾക്കൊരു വിഷമം തോന്നില്ല. കാരണം അതിൽ നിങ്ങൾ ഒരു സന്തോഷം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വളർന്നു വരുന്നതും സന്തോഷം മാത്രമായിരിക്കും. നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന എല്ലാ ചിത്രങ്ങളും നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് സന്തോഷം മാത്രം നിങ്ങൾ ഈ ഫോട്ടോസായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഒരു 3-4 ആൽബം, ചിലപ്പോൾ ഒരു 20 വർഷം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പരമാവധി കിട്ടുക ഒരു 4-5 ആൽബംസ് ആയിരിക്കും. പക്ഷേ ആൽബങ്ങളുടെ അത് പറയുന്ന കഥ, അത് നിങ്ങൾക്ക് പകർന്നു നൽകുന്ന സന്തോഷത്തിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് മറ്റാർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ലെവലിലുള്ളതായിരിക്കും. നിങ്ങളുടെ ഒരു ഫോട്ടോ മറ്റുള്ളവർക്ക് ഒരു മൂല്യം ഉള്ളതായിട്ട് ഒരു കാലത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങൾ 20 വർഷത്തിന് ശേഷം ആ ഫോട്ടോ മറ്റുള്ളവർക്ക് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് ഒരു ചരിത്രപരമായ ഒരു മൂല്യം അവർക്കും കൂടി കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സംഭവം പരീക്ഷിച്ച് നോക്കുക. സന്തോഷം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സന്തോഷത്തിൽ നിന്നും റിട്ടേൺസും എടുക്കാൻ സാധിക്കും. ഞാൻ റഷീദ് തായലാർ.